ഹലോ ഫ്രണ്ട്സ്, ക്രിപ്റ്റോ കറൻസി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബിറ്റ്കോയിൻ എന്നുള്ളത് ഒരു കറൻസി എന്നുള്ളതിനേക്കാളും ഉപരി ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അതായത് നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് സേവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഉപാധിയാണ് ഗോൾഡ് എന്നുള്ളത്. അപ്പോൾ ഗോൾഡ് മാറി അത് ബിറ്റ്കോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ ഒരു ഡിജിറ്റൽ ഗോൾഡ് ആണെന്നും ഒരു ബെസ്റ്റ് സ്റ്റോർ ഓഫ് വാല്യൂ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള 10 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുവാൻ ലെറ്റ്സ് ഡൈവ് ഡീപ്പ് ഇൻ ടു ദ വീഡിയോ ആൻഡ് എക്സ്പ്ലോർ മോർ വൈ ബിറ്റ്കോയിൻ ഈസ് എ ബെറ്റർ സ്റ്റോർ ഓഫ് വാല്യൂ ദാൻ ഗോൾഡ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. കാലങ്ങളായി, അതായത് BC 700 മുതൽക്ക് തന്നെ സ്വർണം ശേഖരിച്ചു വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതായത് സ്വർണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ക്ലാസ് ആയും ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയും ഓൾറെഡി പ്രൂവൺ അസറ്റ് ആണ്. എന്നാൽ റീസെൻ്റ്ലി കണ്ടുപിടിക്കപ്പെട്ട ബിറ്റ്കോയിൻ, അതായത് വെറും 10 വർഷം മാത്രമുള്ള ബിറ്റ്കോയിൻ ഇപ്പോൾ ആ ഒരു അസറ്റ് ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇടയിൽ കുറേ പേർ ബിറ്റ്കോയിൻ ഒരു കറൻസി എന്നതിലുമുപരി ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയി കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ ഡിജിറ്റൽ ഗോൾഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ആക്ച്വലി ബിറ്റ്കോയിൻ ഗോൾഡിനേക്കാളും സുപ്പീരിയർ ആണോ, അത് ഗോൾഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയാൻ ഗോൾഡിൻ്റെ 10 സവിശേഷതകൾ നമുക്കെടുത്ത് കമ്പയർ ചെയ്തിട്ട് ഏതാണ് സുപ്പീരിയർ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇവിടെ ഞാൻ ഗോൾഡിൻ്റെ 10 പ്രോപ്പർട്ടീസ് എഴുതുന്നുണ്ട്. അതായത് ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആകേണ്ടുന്ന 10 പ്രോപ്പർട്ടീസ് എഴുതുന്നുണ്ട്. എന്നിട്ട് വി ആർ ഗോയിങ് ടു കമ്പയർ വിച്ച് ഈസ് ബെറ്റർ. ഓക്കെ, സോ ഡ്യൂറബിൾ, നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഡ്യൂറബിൾ ആയിരിക്കണം. അതായത് അത് ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല. നമ്മൾ സൂക്ഷിക്കുന്നിടത്തോളം കാലം നശിക്കാതിരിക്കണം. ഇപ്പോൾ ഇരുമ്പോ പേപ്പറോ ഒക്കെ ആണെങ്കിൽ തുരുമ്പെടുത്തോ ചെതിൽ പിടിച്ചോ നശിക്കും. സോ ഈ കേസിൽ രണ്ടും ഒരേപോലെ ഈക്വലി ഡ്യൂറബിൾ ആണ്. അതായത് ഗോൾഡും ഒരിക്കലും നശിക്കുന്നില്ല, ബിറ്റ്കോയിനും ഒരിക്കലും നശിക്കുന്നില്ല. അടുത്ത പ്രോപ്പർട്ടി ഡിവിസിബിൾ. നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി നമുക്ക് മാറ്റാൻ പറ്റുമോ? വിനിമയം നടത്താൻ ചെറിയ യൂണിറ്റുകളാക്കി കൊണ്ടു നടക്കാനുള്ള സൗകര്യമുണ്ടോ? ചെറിയ യൂണിറ്റുകളാക്കാൻ. സോ ഇതിൽ ഗോൾഡ് നമുക്ക് ചെറിയ ബ്ലോക്കുകളാക്കാമെങ്കിലും അതിനൊരു പരിധിയുണ്ട്. അതേസമയം ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 100 മില്യൺ ഡിവിസിബിൾ ആണ്. അതായത് ഒരു ബിറ്റ്കോയിനെ നമുക്ക് 100 മില്യൺ പീസസ് ആയി ഡിവിസിബിൾ ആക്കിയിട്ട് സതോഷി എന്ന് പറയുന്ന സ്മോളസ്റ്റ് യൂണിറ്റ് വരെ ആക്കി ഉപയോഗിക്കാം. അത്രയും ഒരു ഡിവിസിബിലിറ്റി ഗോൾഡിന് ഇല്ല. സോ ഈ ഫീച്ചറിൽ ബിറ്റ്കോയിൻ മുന്നിലാണ്. അടുത്തത് കൺവീനിയൻസ് ടു ക്യാരി. നമുക്ക് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്രോസ് കൺട്രി യാത്ര ചെയ്യുമ്പോഴോ കൊണ്ടു നടക്കാനുള്ള സൗകര്യം. ഗോൾഡിന് നമുക്കറിയാം കുറേ റെഗുലേഷൻസ് ഉണ്ട്. ഗോൾഡ് സ്മോൾ എമൗണ്ടിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ ഒരു വലിയ എമൗണ്ട്, അതൊരു 1/2 kg 1 kg ഒക്കെ കൊണ്ടു നടക്കുന്നത് ഇറ്റ് ഈസ് എ റിസ്ക് ഓൾസോ. ബൈ ലോ നമുക്ക് ക്രോസ് ബോർഡർ പെർമിറ്റഡോ അല്ല. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതേസമയം ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഉണ്ടെന്ന് പോലും ആരും അറിയില്ല. ആൻഡ് ക്രോസ് ബോർഡർ ഈസ് വെരി ഈസി. You can remember the password from your country, go to the other country, go to any internet cafe and transfer Bitcoin. It's so easy. പിന്നീട് പ്യൂരിറ്റി. ഗോൾഡ് നമുക്ക് എപ്പോഴും 24 ക്യാരറ്റ് തന്നെ കിട്ടണമെന്നില്ല. ഫേക്ക് ഗോൾഡ്സ് ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റി ക്യാൻ ബി ക്വസ്റ്റ്യൻ. അതേസമയം ബിറ്റ്കോയിൻ്റെ ഒരു കാര്യത്തിൽ ഒരു ഫേക്ക് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ബിറ്റ്കോയിൻ കനോട്ട് ബി ഫേക്ഡ്. സോ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളിവിടെ റെഫർ ചെയ്യുന്നത് ബിറ്റ്കോയിൻ മാത്രമാണ്. ക്രിപ്റ്റോ കറൻസി ആസച്ച് ഇവിടെ റെഫർ ചെയ്യുന്നില്ല. ബിറ്റ്കോയിൻ എന്നുള്ള പർട്ടിക്കുലർ ക്രിപ്റ്റോ, അതായത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിനെ മാത്രമാണ് നമ്മൾ ഈ ഫീച്ചേഴ്സിന് വേണ്ടി കമ്പയർ ചെയ്യുന്നത്. സോ ഫേക്ക് ബിറ്റ്കോയിൻ എന്നൊന്നില്ല. അപ്പോൾ ഈ കാറ്റഗറിയിലും ബിറ്റ്കോയിൻ ആണ് മുന്നിലോട്ട് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗോൾഡ് കാലാകാലങ്ങളായിട്ടുള്ളതാണ്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് മോർ ദാൻ 7 ട്രില്യൺ ആണ്. സോ ഇറ്റ് ഈസ് ഗ്രോൺ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ദെയർ വിത്ത് എവറിബഡി. അതേസമയം ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്മോൾ ഇൻ ദിസ് അസറ്റ് ക്ലാസ്. അതായത് ഹാർഡ്ലി 1 ട്രില്യൺ ആണ് അതിൻ്റെ ഉള്ളൂ.
മാത്രമല്ല അത് ഇറ്റ് ഈസ് എ 10-year-old ബേബി. ഒരു ടെക്നോളജിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 50 to 60 ഇയേഴ്സ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ബിറ്റ് കോയിന്റെ വളർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഫോർ ബിറ്റ് കോയിൻ ഈസ് മച്ച്. അതായത് ഒരു അസറ്റ് ക്ലാസ് എന്നുള്ള നിലയ്ക്ക്, ഒരു സ്റ്റോർ ഓഫ് വാല്യൂ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അസറ്റ് എന്നുള്ള നിലയ്ക്ക് ബിറ്റ് കോയിൻ ഈസ് മച്ച് മച്ച് ബെറ്റർ ദാൻ ഗോൾഡ്. അപ്പോൾ ആ ഇതിലും ബിറ്റ് കോയിൻ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഇൻഫ്ലേഷൻ. ഗോൾഡ് സ്കെയേഴ്സ് ആണ്. നമ്മൾ ഇപ്പോഴുള്ള മൈനിങ് ഉപകരണങ്ങളൊക്കെ വെച്ച് ഗോൾഡ് ഡിഗ് ചെയ്ത് എടുത്ത് പ്യൂരിഫൈ ചെയ്യുമ്പോൾ കറണ്ട് ഗോൾഡ് സപ്ലൈ എന്ന് പറയുന്നത് ഏകദേശം 2% ആണ്. നമുക്കറിയാം ബിറ്റ് കോയിൻ ഉണ്ടാകുന്ന പ്രോസസ്സും ബിറ്റ് കോയിൻ മൈനിങ് എന്നുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. എന്താണ് ബിറ്റ് കോയിൻ മൈനിങ് എന്നുള്ളത് നമ്മൾ പ്രീവിയസ് 2 വീഡിയോ മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ ബിറ്റ് കോയിൻ മൈനിങ്ങും ബിറ്റ് കോയിൻ ഗോൾഡ് മൈനിങ്ങും കമ്പയറബിൾ പ്രോസസ്സാണ്. പക്ഷേ ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ ഗോൾഡിന്റെ ഇൻഫ്ലേഷൻ എല്ലാ വർഷവും 2% കൺസിസ്റ്റന്റ് ആണ്. അതേസമയം ബിറ്റ് കോയിന്റെ സപ്ലൈ ഓവർ എ പീരീഡ് കുറയുന്നുണ്ട്. അപ്പോൾ ബിറ്റ് കോയിൻ ഹാവിങ് എന്താണ് എന്നുള്ള വീഡിയോയിൽ നമ്മളത് പഠിച്ചു. ബിറ്റ് കോയിന്റെ സപ്ലൈ എത്ര ഡ്രാസ്റ്റിക്കലി ആണ് കുറയുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. സോ ബിറ്റ് കോയിൻ ഈസ് എ ഡിഫ്ലേഷണറി അസറ്റ്. മനസ്സിലായോ? ആൻഡ് 2140 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ മോർ ബിറ്റ് കോയിൻ ടു ബി മൈൻഡ്. പക്ഷെ ഗോൾഡ് അങ്ങനെയല്ല, അപ്പോഴും മൈൻ ചെയ്തുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്, നമുക്കറിയില്ല. സോ ഗോൾഡിന് സപ്ലൈ എത്രയാണെന്ന് നമുക്കറിയില്ല, ബിറ്റ് കോയിന് സപ്ലൈ എത്രയാണെന്ന് അറിയാം. സോ ഇൻഫ്ലേഷൻ ക്യാൻ ബി പ്രെഡിക്റ്റഡ് വിത്ത് ബിറ്റ് കോയിൻ. അപ്പോൾ ആ ഏരിയയിലും ഒരു സ്റ്റോർ ഓഫ് വാല്യൂ എന്നുള്ള നിലയ്ക്ക്, അതായത് കൂടുതൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഇതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടാൻ സാധ്യതയുള്ള ഒരു അസറ്റ് ക്ലാസ് എന്നുള്ള നിലയ്ക്ക് ബിറ്റ് കോയിൻ മുന്നിലാണ്. പിന്നീട് സ്കെയർസിറ്റി. ബിറ്റ് കോയിൻ ഫിക്സ് സപ്ലൈ ആണ്, 21 മില്യൺ ആണ് എന്ന് നമുക്കറിയാം, ഒരിക്കലും കൂടുന്നില്ല. എന്നാൽ ഗോൾഡിന്റെ സപ്ലൈ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വലിയ ഗോൾഡ് മൈൻ കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ ഗോൾഡ് പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു ബെറ്റർ പ്രോസസ്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഗോൾഡ് ബിക്കം വെരി ചീപ്പ്. അതായത് അലുമിനിയത്തിന് സംഭവിച്ചത് അതാണ്. ഗോൾഡിന് മുമ്പ് നമ്മൾ അലുമിനിയം ആണ് ഓർണമെന്റ്സ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്, ബിക്കോസ് ഇറ്റ് വാസ് സ്കെയേഴ്സ്. പിന്നെ അലുമിനിയം പെട്ടെന്ന് അയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള ഒരു മെത്തേഡ്സ് എത്തിയപ്പോൾ ദാറ്റ് ബിക്കം കോമൺ. അതുപോലെ ആയിക്കൂടാ എന്നില്ല. അതിലും ബിറ്റ് കോയിൻ മുന്നിട്ട് നിൽക്കുന്നു. പിന്നീട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സ്റ്റെബിലിറ്റി ഇൻ പ്രൈസ്. അതായത് നമ്മളൊരു സാധനം വില അസറ്റ് ക്ലാസ് ആയിട്ട് സൂക്ഷിക്കുമ്പോൾ, ഒരു ലോങ് ടേം അസറ്റ് ആയിട്ട് മേടിച്ചു വെക്കുമ്പോൾ അതിൻ്റെ വില കുറയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ നെറ്റ്വർത്ത് എല്ലാം പോയി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി എന്നുള്ളത് ഒരു അസറ്റ് ക്ലാസിൻ്റെ കീ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ബിറ്റ് കോയിൻ മുന്നിലല്ല. കാരണം ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു വർഷം മുമ്പ് എവിടെയായിരുന്നു അവിടെ നിന്നും 4-1 ഈ വർഷം കുറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ യെറ്റ്. പിന്നെ ഹിസ്റ്ററി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിറ്റ് കോയിന് ഹാർഡ്ലി 10 ഇയേഴ്സ് ഓഫ് ഹിസ്റ്ററിയേ ഉള്ളൂ. ഗോൾഡ് ഈസ് ബീങ് യൂസ്ഡ് ബൈ more than 2500 years. So gold has a very well known history and it is very proven asset class. And value attributed, അതായത് അക്സെപ്റ്റൻസ്. ഏതൊരു സാധനത്തിന്റെയും വില അതിന്റെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് ഗോൾഡ് ഒരു വേൾഡ് ക്ലാസ് സ്റ്റോർ ഓഫ് വാല്യൂ ആയി എല്ലാവരാലും അക്സെപ്റ്റഡ് ആണ്. എന്നാൽ ബിറ്റ് കോയിൻ അങ്ങനെയല്ല. ഇറ്റ് ഈസ് യെറ്റ് ടു ബി പ്രൂവൺ ആസ് എ അസറ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ അസറ്റിന്റെ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്തിട്ട് ഏതിലൊക്കെയാണ് ബിറ്റ് കോയിൻ മുന്നിൽ നിൽക്കുന്നത്, ഏതിലൊക്കെയാണ് ഗോൾഡ് മുന്നിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇത് കൂടാതെ റീസെൻ്റ്ലി മോർ ആൻഡ് മോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആർ ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ ബിറ്റ് കോയിൻ ETF. അപ്പോൾ ബിറ്റ് കോയിൻ ETFs അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് തത്തുല്യമായ ബിറ്റ് കോയിൻ അവരുടെ ബാക്ക് എൻഡിൽ സ്റ്റോർ ചെയ്യണം. സോ ദേ ഹാവ് ടു അക്വയർ ബിറ്റ് കോയിൻ. അതെന്തുണ്ടാക്കും? മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഉണ്ടാക്കുന്നു. ഇതുകൂടാതെ ബിറ്റ് കോയിൻ മോർ ദാൻ 1 ഇയർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന വാലറ്റുകളുടെ ഇൻക്രീസ് ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ചാർട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. എക്സ്പോണൻഷ്യലി ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഇനീഷ്യലി എല്ലാവരും ചെറിയ വിലക്കൊക്കെ കൊടുത്തിരുന്നെങ്കിലും നമ്പർ ഓഫ് വാലറ്റ്സ് നോട്ട് മൂവിങ് ബിറ്റ് കോയിൻ ഫോർ 1 ഇയർ ഈസ് ഇൻക്രീസിങ് ഡ്രാസ്റ്റിക്കലി. രണ്ടാമത്തെ കാരണം. പിന്നെ മൂന്നാമത് എമിഷൻ ഈസ് ഡിക്രീസിങ്.
ഈ മേലെ പറഞ്ഞ അതായത് ബിറ്റ് കോയിൻ ETF കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാരണവും ഈവൻ റീറ്റെയിലേഴ്സ് അത്ര അത്യാവശ്യമില്ലെങ്കിൽ ദേ ആർ ഓൾസോ നോട്ട് മൂവിങ് ഇറ്റ്, അത് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഈ കാരണം മാർക്കറ്റിലെ അവൈലബിൾ സപ്ലൈ കുറഞ്ഞു വരുവാണ്. ഇറ്റ് മീൻസ് ഹൈ ഡിമാൻഡ്. സോ ദർ ഈസ് എ ഗുഡ് ചാൻസ് ദ പ്രൈസ് വിൽ ഗോ. സോ അതുകൊണ്ട് ഭൂരിഭാഗം പേരും അതിനെ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ബിറ്റ് കോയിൻ ഡിജിറ്റൽ ഗോൾഡ് എന്നും അറിയപ്പെടുന്നു. സോ ഇത്രയും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ബിറ്റ് കോയിൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് അസറ്റ് ക്ലാസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തീർച്ചയായും അതിനൊരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമുക്ക് ആവശ്യമാണ്. ടേക്കിംഗ് കേപ്പബിലിറ്റി ഉള്ള എല്ലാവരും ബിറ്റ് കോയിൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ് ആയി കരുതിക്കൊണ്ട് തന്നെ സേവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ബിക്കോസ് ഓഫ് ദ പ്രോപ്പർട്ടീസ് ദാറ്റ് വി ജസ്റ്റ് സോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ക്രിപ്റ്റോ ഫ്രണ്ട്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.